സൗപർണികാമൃത വീചികൾ പാടും. നീ ആ രമണിയുടെ മോളല്ലേ? അല്ല. ഇല്ല, അല്ലാന്ന് തന്നെയാ ഞാനും പറഞ്ഞത്. പിന്നെ രമണിയുടെ മോളെ എനിക്കറിയത്തില്ലേ? എന്റെ മക്കളെല്ലാം അങ്ങ് ഗൾഫിലാ. അവരില്ലാതെ എന്താ ഓണം? ഈ കാണുന്ന സ്വത്തും പണവും ഒക്കെ നോക്കി തനിച്ച് നാമം ജപിച്ച് ജീവിക്കുക, അത്ര തന്നെ. സൂക്ഷിച്ചോ, കള്ളന്മാരൊക്കെ ഉള്ള സ്ഥലവും കാലോ. ഈ കാണുന്ന സ്വത്തും പണവും ഒക്കെ എവിടെയാന്നറിയാവോ? ഓ, ആ അലമാരയില്. അതിന്റെ താക്കോല് താണ്ടേ തൂങ്ങിക്കിടക്കുന്നു. ഇവിടെ നീ താക്കോലെടുക്കാൻ കള്ളന്മാരി മിണി വിളിക്കും. ഞാൻ ഇച്ചിരി TV കണ്ടിട്ട് വരാം. ആ, കളിക്കളം, ഇത് കളിക്കളം, പടക്കളം, ഒരു പടക്കളം. കരാട്ടെ പഠിക്കുന്ന സ്ഥലമല്ല അത്. നമ്മൾ വന്നത് മോഷ്ടിക്കാൻ വേണ്ടി വന്നതാ. മനസ്സിലായ? നമ്മളപ്പോ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ദൈവമേ, ഇവനെന്നെ മലത്തി അടിക്കോ ഈശ്വര? ഇല്ല പൂശാൻ. പൂശാനോ? ഇല്ല ആശാൻ. എന്റെ പൊന്നെ ദൈവമേ, ഒരു നേപ്പാളിനെ പിടിച്ചാലുള്ള ഈശ്വരൻ ഞാൻ എന്റെ ശിഷ്യനാക്കിയത് ഈശ്വര. ഈ എരപ്പാളിനി എന്നെ പിടിപ്പിക്കുവൻ. എടാ, നമ്മളിവിടെ വന്നത് എന്തിനാന്നറിയാമോ? ഇവിടെ വന്നത് നക്കാനല്ല, കക്കാൻ. എന്റെ ദൈവമേ, ഇവൻ എന്റെ ഭാവി നശിപ്പിക്കും. എടാ, നീ ആരെങ്കിലും മണ്ടൊന്ന് നോക്കൊന്ന് ചെല്ല്. ആരുമില്ല. എടാ, ഈ വീട്ടിൽ നല്ല പൈസ ഉണ്ടെന്ന് പറഞ്ഞേട്ടാ. അത് ആശാൻ എങ്ങനെ മനസ്സിലായി? അല്ല, ഉരുളിയൊക്കെ കമത്തി വെച്ചിട്ടുണ്ട്. അതാണ് ആശാൻ, അത് ഊർലിയല്ല. കടക്കുപുറത്ത് ഞാൻ അവസാനമായി പറയുന്നു, ഒരു ബലപരീക്ഷണത്തിനാണ് നിന്റെ പുറപ്പാടെങ്കിൽ ഇതാ ഞാനും തയ്യാറായി കഴിഞ്ഞു. എനിക്കിനി മേൽകീഴ് നോക്കേണ്ട ആവശ്യമില്ല. നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും, നിന്റെ കണ്ണ് ഞാൻ മാന്തിയെടുക്കും, നിന്റെ നാവ് ഞാൻ അരിഞ്ഞു വീഴ്ത്തും. TV വേണ്ടതല്ല. TV ഉണ്ടാക്കാതെ, ഒച്ച ഉണ്ടാക്കാതെ, സാവധാനത്തില് സാവധാനത്തില്. ഓ, സാവധാൻ കരയേ, സാവധാൻ. അമ്മേ, നിന്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ വിരുന്നത് വന്നതല്ല, നമ്മള് കക്കാൻ വേണ്ടി വന്നതാ. മനസ്സിലായോ? പതിയെ. മനസ്സിലായ? മനസ്സിലായി. ഓ, ജനാർദ്ദന്റെ സൗണ്ടും ദുൽഖർ സൽമാന്റെ മുഖം വെച്ചോണ്ട് നിൽക്കാതെ നീ പതിയെ എന്റെ പുറകെ പതിയെ വന്ന പതിയെ. ഓ, അവനോട് പോയ പോന്ന് പണ്ടാറം വന്നിരുന്ന് നോക്കത്. ഓ നാരായണ. ദൈവമേ, ആ തള്ള മാത്രല്ല ഇവിടെ നാരായണൻ എന്ന് പറഞ്ഞ വേറെ ആരുണ്ട്? ദൈവമേ, നാരായണ ഭഗവാനെ. ഭഗവാനെ വിളിച്ചതാ. മണ്ണിലിട്ട കരികിരിക്കാത്ത അക്ഷരങ്ങളാണല്ലോ എന്റെ ശിവനെ. എന്താ എന്നെ വിളിച്ച? ശിവനെന്നും പറഞ്ഞ എന്റെ പേര് വിളിച്ചപ്പോ ഞാൻ അറിയാതെ ചെന്നുപോയി. ആരാടാ അത്? അത് ഗൾഫീന്ന് വന്നതാ. ഗൾഫീന്ന്. ഈ നേരത്തോ? ഓ, എന്റെ മോന്റെ കൂട്ടുകാരനായിരിക്കും. അതെ, കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ കൊച്ചു ഗള്ളി. അമ്മാമ്മയ്ക്ക് കണ്ണിന് തീരെ കാഴ്ചയില്ല. കാഴ്ചയില്ല? കാഴ്ചയില്ല? മിന്നാരം പോയാൽ ഇച്ചിരി കാണാം. അല്ല, മിന്നാരം മാത്രമേ കണ്ടുള്ളൂ, വേറെ? അയ്യോ, മിന്നാരമല്ലടാ, മിന്നായം. ഓഹോ, അല്ല, നിങ്ങളെന്താ ഈ നേരത്ത്? അത് ഞങ്ങളെ ഫ്ലൈറ്റ് മിസ്സായി. ഫ്ലൈറ്റ്. പ്ലേറ്റോ? അതാ അടുക്കളയിലുണ്ട്, പോയി എടുത്തോ. അത് പ്ലേറ്റ് അല്ല, ഫ്ലൈറ്റ് മിസ്സായി പോയി. എവിടെ, ആരോടാ പറയണേ? അല്ല, നിങ്ങള് ഗൾഫിൽ എവിടാന്നാ പറഞ്ഞത്? ഗൾഫില് ഞങ്ങള് ഏതോ ഗുദാമ്. ഓ, ദമാമ്. അവിടെ എന്താ പണി? അവിടെ ഞങ്ങള് ഓട്ട് തുറന്ന്. അല്ല, ഓടിന്റെ വെങ്കലം ഓടി, അതിന്റെ ഒക്കെ ബിസിനസ്. എന്താടാ ചെറുക്കാ നിന്റെ പേര്? എന്റെ വീട് കള്ളം പവിത്രൻ. അല്ല, കളക്ടർ പവിത്രൻ. നിങ്ങള് നല്ല നേരത്താ വന്നത്. ഞാൻ രാമായണം വായിക്കാൻ തുടങ്ങുവായിരുന്നു. വായിച്ചോ, ഞങ്ങൾ കേട്ടോളാം. എടാ, നീ ഇങ്ങ് വന്നേ. ചെറിയ അക്ഷരങ്ങളാണല്ലോ, അല്ല ഇവൻ വായിക്കാൻ പറ്റുന്നില്ല. അല്ല, ഇവൻ നന്നായിട്ട് ദേവസ്വം ചില കുറവുണ്ട്. നീ തന്നെ വായിച്ചാ മതി. ഞാൻ തന്നെ. ഇവിടെ ചമ്പരം പടിഞ്ഞിരിക്ക്. അയ്യോ, വെയിറ്റ് ആണെന്ന് വിചാരിക്കരുത്. ഈ കൊടവേറുണ്ട് ചമ്പരം പറഞ്ഞിരിക്കാൻ പറ്റില്ല. സോറി. പറ്റൂന്നോ? ഇരിക്കടാ, നല്ല ചെറുക്കൻ. ഇരിക്കടാ. ഇതില് രാമൻ കാട്ടിലോട്ട് പോകുന്ന ഒരു രംഗമുണ്ട്, അതങ്ങ് വായിച്ചേ. എന്താ രസം. പാടി എനിക്കറിയുള്ളൂ, പിന്നെ കാട്ടിലേക്ക് പോകണം. നീ ഇങ്ങ് വന്ന് ഇവിടെ ഇരിക്ക്. അവിടെ അല്ലടാ, ഇവിടെ നിലത്ത്.
അമ്മാമ്മയുടെ കാലിന് തീരെ വയ്യ, ഒന്ന് പിടിച്ചു തന്നെ. ഞാൻ വായിച്ചോട്ടെ. ആ വായിക്കടാ. രാമരാവണ യുദ്ധത്തിങ്കൽ സീതയും രാമനും കൂടി കാട്ടിലേക്ക് പോകുന്നു. രാമന്റെ കൂടെ സീതയും പോയി, സീതയുടെ കൂടെ ലക്ഷ്മണനും പോയി, രണ്ടുപേരും കൂടെ പോയി. അമ്മൂമ്മയുടെ കാലം കീബോർഡ് വായിക്കാൻ നേരെ സ്റ്റീഫൻ ദേവസിയോ? അടങ്ങിയിരിക്കും അവിടെ. എനിക്ക് വിശന്നിട്ട് വയ്യ. ഞങ്ങൾക്ക് നല്ല വിശപ്പ് അമ്മ. അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? ഉണ്ട്. ഉണ്ടോന്നോ? ഇത്രയും നേരത്തെയോ? അമ്മാമ്മ പോയി വല്ലതും കഴിച്ചിട്ട് വരാം. ഞാൻ വിശന്ന് ചാവും ഉറപ്പാ. ആശാൻ, നമ്മള് ഇങ്ങോട്ട് എന്തിനാ വന്നേ? നമ്മളെ തിന്നാൻ വന്നത്. ഓ പൊട്ടിക്കാൻ. ഇവിടെ തീറ്റയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ മാറ്റിൽ നിന്ന് മാറിപ്പോയി. ദൈവമേ, ഇത് ഭയങ്കര വെയിറ്റ് അവിടെ എന്താ ചെയ്യും? നീ അങ്ങോട്ട് പോണേ. ഞാൻ യൂണിയൻ കാറെ വിളിച്ചു കൊണ്ടുവരാം. നമ്മൾ വാടകയ്ക്ക് താമസം മാറുന്നല്ല, കക്കാൻ വേണ്ടി വന്നാ. മനസ്സിലായോ? ദൈവമേ, എടാ നീയേ ആ തള്ളയുടെ അരയിൽ ശ്രദ്ധിച്ചേർന്നോ? ആശാൻ വൃത്തികെട്ടവൻ. അതല്ല, ആ തള്ളയുടെ അരയിൽ താക്കോല് തൂങ്ങിക്കിടക്കണ്ട. ഓ താക്കോൽ താക്കോൽ. ആ താക്കോല് കിട്ടിയിട്ട് നമുക്ക് ഇതിലെ പണ്ടോ മുടലൊക്കെ എടുക്കാം. പണ്ടോ മുടക്കം നമുക്ക് എടുക്കാം. ശരിയല്ലേ? ഈ തള്ളവന്റെ അമ്മേ. രാമരാവണ യുദ്ധത്തിങ്കൽ സീതയും രാമനും കൂടെ കാട്ടിലേക്ക് പോയപ്പോൾ രാമരാവണ എന്റെ യുദ്ധത്തിങ്കൽ. ഭഗവാനെ, ഈ ചുമ എന്ന് മാറുവോ? അത് മേളിലേക്ക് എടുക്കാൻ മാറിക്കോളും. ഒന്നുമില്ല, ഞാൻ ഇവിടെ വായിച്ചാ. അല്ലടാ, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇല്ല, അങ്ങനെ വരാൻ വഴിയില്ല. ഓ, പണ്ട് കുഞ്ഞിനാളിൽ ഇവൻ എന്റെ മാവന്റെ കൂടത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഇവന്റെ ദേഹം മുഴുവൻ ചൊറിയും കരുപ്പനുമായിരുന്നു. ആ കാണുന്ന കുളത്തിൽ കൊണ്ടുപോയി ആനയെ തേക്കുന്ന പോലെയാ ഇവനെ ഞാൻ തേച്ചൊരച്ച് കുളിപ്പിച്ചത്. ഇപ്പോഴും ആ പാടുങ്ങാനും ഇവിടെ ഉണ്ടോ ആവോ? എന്റെ തള്ളേ, വൃത്തികെട്ട തള്ളേ, എന്നെ നാണം കിടത്തു. പണ്ടും ഇവന് നാണവാ. ട്രൗസർ ഇല്ലാതെ ഈ മുറ്റം മുഴുവൻ ഓടി നടക്കും. അമ്മച്ചി, ഇന്നും രണ്ടെണ്ണം വീശിയ അണ്ണാച്ചി ഓടും ട്രൗസർ ഇല്ലാണ്ട്. ഇതാ തണ്ടോ ഇട്ടത് ദൈവത്തിന്റെ ഭാഗ്യം. ഓ അല്ല മക്കളെ, നിങ്ങളുടെ ഓണമൊക്കെ എവിടെയായിരുന്നു? ഇവിടെ ആയിരുന്നു അത് അങ്ങ് പുറത്തായിരുന്നോ? അകത്ത്. ഫ്ലൈറ്റിന്റെ അകത്തായിരുന്നു. എനിക്ക് ഓണം എന്റെ കെട്ടിയോൻ വരുമ്പോഴാ. ഞങ്ങളുടെ അവിടെയൊക്കെ മാഹബലിപുരം ഓണം. നിങ്ങളുടെ കെട്ടിയം വരുമ്പോഴാണോ? എന്റെ കെട്ടിയോൻ വന്നു കഴിഞ്ഞാ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് രസവാ. ആണോ? അങ്ങേർക്ക് ഒരു പൊട്ട സ്വഭാവം ഉണ്ട്. എന്നെ പോലെ ഉറക്കത്തിൽ കിടന്ന് മൂത്രം ഒഴിക്കോ? അല്ല, അതാണ് പുള്ളിക്കാരന്. അമ്മമ്മേ ഉറങ്ങണ്ടേ? ഉറങ്ങണ്ടേ നമുക്ക്? നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, ഞങ്ങള് ഫ്ലൈറ്റിൽ കിടന്ന് ഉറങ്ങിയാണ്. ഉറക്കം വരുന്നില്ലേ? വാടാ, ഞാനൊരു കഥ പറഞ്ഞു തരാം. എന്താടാ വിളിച്ചിട്ട് വരാത്തത്? അപ്പൊ പൊക്കണ്ടേ കേക്ക? ഞാൻ വരാം. പറ അമ്മൂമ്മന്ന് വന്നിരിക്കടാ. ദൈവമേ, നേരം വെളുക്കുന്നതിന് മുമ്പ് അലമാരി പൊക്കാൻ പറ്റിയ മതിയായിരുന്നു. അല്ല കഥയാടാ. ഒരിടത്ത് ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. ദരിയായിരുന്നു. അമ്മൂമ്മയുടെ കൈവിരൽ ഒരു നല്ല മോതിരം ഉണ്ടായിരുന്നു. മൂത്ത മോൻ ഒരു ദിവസം എന്തോ ആവശ്യത്തിന് ആ മോതിരം ചോദിച്ചു. അമ്മൂപ്പയുണ്ടോ കൊടുക്കുന്നു. കൊടുത്തില്ല. ആ ദേഷ്യത്തിന് അമ്മൂമ്മയെ കൊന്ന് വിരളു മുറിച്ചെടുത്ത് അവൻ ആ മോതിരം എടുത്തു. അമ്മൂമ്മയെ മറവും ചെയ്തു. 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രി, ഇടിയും മിന്നലും ഒക്കെ ഉള്ള ഒരു രാത്രി, കഥകൾ ടോൺ 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 ടോന്നൊരു മുട്ടല് കേട്ടു. അവൻ ചെന്ന് വാതില് തുറന്നപ്പം എന്റെ അമ്മൂമ്മ നിൽക്കുന്നു. അമ്മൂമ്മയുടെ വിരൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അമ്മൂമ്മ ചോദിച്ചു, നീ അല്ലേടാ മുറിച്ചെടുത്തേ? അയ്യോ, കുഞ്ഞിന് വിഷമമായോ? അമ്മൂമ്മ ഒരു താരാട്ട് പാട്ട് പാടി തരാ. അയ്യോ, കരയാതെടാ, കരയാതെ. അമ്മൂമ്മയുടെ താരാട്ട് പാട്ട് കേക്ക്. ആഴക്കടലിന്റെ അങ്ങേക്കര. ഇതിലും പഴയ പിറക്കഥ തന്നെ. അമ്മൂമ്മേ, എന്താ സമയം ഒരുപാടായില്ല അമ്മൂമ്മേ. കിടക്ക്, ഞങ്ങളൊരു പാട്ട് പാടി തരട്ടെ അമ്മൂമ്മക്ക്? കിടക്കട്ടാ, പതക്കെ കിടക്ക്. പതിയെ കിടക്ക്. പാട്ട് പാടട്ടെ? റെഡി, 1 2 3.
മയിൽപീലി സീറ്റ് എടുക്കാം. എടാ മയിൽപ്പീലിട്ട് എടുക്കാൻ മീശമാല കാവ്യമാധവനുള്ളത് മനസ്സിലായ? ഈ തള്ളക്കിന് ഞാൻ ഇത് മതി, ഇതാ നല്ലത്. എന്തേ ഇൻഹരിയർ നട സീഡിയാ? ആശാനെ, ഇൻ ഹരിഹർ നഗറിന്റെ സീഡി അല്ല, ഇൻഹെയിലർ. ഇൻഹെയിലർ എവിടെ? ഇത് എവിടെ? കണ്ണിലാണോ മൂക്കിലാണോ എവിടെ അടിക്കേണ്ടി? എവിടെ? കറക്റ്റായാ? ഇതിലും ഭേദം കൃത്രിമ ശ്വാസമായിരുന്നു. കൃത്രിമ ശ്വാസം കൊടുക്കാൻ പറ്റിയ സാധനം. കിടക്കവിടെ ഉറങ്ങാം മുമ്മ. എന്റെ പുന്നാങ്ങട്ടല്ലേ, സുന്ദരിയല്ലേ? മാമ ചാച്ചിക്കോ. ചാച്ചിക്കോട്ടോ, മാമ ചാച്ചിക്കോ, ചാച്ചിക്കോട്ടോ, ചാച്ചിക്കോ, ചാച്ചിക്കോട്ടോ. കണ്ടില്ല, നല്ല ഉറക്കാണ്. നമ്മൾ ആരെയൊക്കെ മക്കള് അല്ലേ? അയ്യോ, അമ്മൂമ്മ ഞങ്ങൾ അനുഗ്രഹിക്കണം. ചുടലി ചുടലി താക്കോല് കൊടുക്കടാ. ആശാനെ താക്കോൽ കൊടുക്കരുത്. എടാ ഇവിടെ കിടന്ന് ചത്തു കഴിഞ്ഞാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. താക്കോല് കൊടുക്ക്. താക്കോൽ കൊടുക്കരുത്. എടാ താക്കോല് കൊടുക്കട കിണങ്ങ. കൊടുക്കടാ, കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. സമാധാനായില്ല, സമാധാനായില്ല. ആശാൻ പറഞ്ഞിട്ടാണ് താക്കോൽ കൊടുത്തത്. നിനക്ക് സമാധാനല്ലടാ. നീ എങ്ങനെ തുറക്കൂടാലമാരെ? എങ്ങനെ തുറക്കും നീ? താക്കോൽ അന്വേഷിക്കാൻ അവിടെ പോയി അന്വേഷിക്കും. ദൈവം, ഞാനിനി എവിടെ പോയി അന്വേഷിക്കും? താക്കോൽ ഈശ്വര എവിടെ താക്കോൽ അന്വേഷിക്കാൻ പോയി ചെല്ല്. കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാനുഷം. എടാ ചെറുക്കാ, എണീക്കടാ, നേരം വെളുത്തു. കാപ്പ് കുടിക്ക്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റോ? ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ വരും. ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങ് കൊണ്ടുപോയോ? നിങ്ങളുടെ വീട്ടിലൊക്കെ കേരള പോലീസാണോ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണത്? നല്ല കൊണ്ടുപോകാനാ വന്നത്. എന്നെ കൊണ്ടുപോകാനാ? ദൈവമേ. എടാ നീ എന്താ വിചാരിച്ചേ? അമ്മൂമ്മയ്ക്ക് കണ്ണ് കാണത്തില്ല, ചെവി കേൾക്കത്തില്ലെന്ന് വിചാരിച്ചോ? വന്നല്ലോ. താക്കോല് കിട്ടിയാ? സാറേ നോക്കിക്കോ. നിനക്ക് കിട്ടിയോടെ താക്കോല്? താക്കോലിങ് തന്നെ. അമ്മൂമ്മ താക്കോല് പിടിച്ച് അനുഗ്രഹിക്കണം. നന്നായി വരട്ടെ. കാല് പിടിക്കടാ. പിടിച്ചോ പിടിച്ചോ, രണ്ട് കാലും പിടിച്ചോ. നന്നായി വരട്ടെ. നാളത്തെ പത്രത്തിലൊരു വാർത്ത നമുക്ക് കാണാം. കളഞ്ഞുപോയ താക്കോല് ഒരു വൃദ്ധയ്ക്ക് തിരിച്ചു നൽകി മാതൃക കാണിച്ച 2 കള്ളന്മാര്. നന്ദി. പോക സാറേ. ടാറ്റ.